നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 760th day. Today 40th sloka of Pradhama Skanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 760ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം. സൂത ഉവാച ഏവം പരീക്ഷിതാ ധർമ്മം പാർത്ഥകൃഷ്ണേന ചോദിതാ നൈച്ഛദ്ധന്തും ഗുരുസുതം യദപ്യാത്മഹനം മഹാൻ. ഓം തത്സത്. ഏവം പരീക്ഷിതാ ധർമ്മം പാർത്ഥകൃഷ്ണേന ചോദിതാ നൈച്ഛദ്ധന്തും ഗുരുസുതം യദ്യപ്യാത്മഹനം മഹാൻ. ഓം തത്സത്. പദം വിരിക്കേണ്ടത് ഏവം ഇപ്രകാരം ധർമ്മത്തെ പരീക്ഷിക്കുന്ന കൃഷ്ണനാൽ ചോദിത ഉത്സാഹിക്കപ്പെട്ട പാർത്ഥ നൈച്ഛദ്ധന്തും ന ഐച്ഛത് ഹന്തും എന്നാണ് നൈച്ഛദ്ധന്തും എന്നുള്ളതിൻ്റെ പദം പിരിക്കേണ്ടത്. ന ഐച്ഛത് ഇച്ഛിച്ചില്ല, ഹന്തും ഹനിപ്പാനായിക്കൊണ്ട്. ന ഐച്ഛത് ഹന്തും ഗുരുസുതം ഗുരുവിൻ്റെ പുത്രനെ യദപ്യാത്മഹനം യദപി ആത്മഹനം അങ്ങനെയാണ് അത് പദം പിരിക്കേണ്ടത്. യദ്യപി ആത്മഹനം. മഹാൻ മഹാത്മ്യമുള്ളവനാകുന്നു. അതായത് ഇപ്രകാരം ഒക്കെ ആത്മഹാനം യദ്യപി എന്ന പുത്രന്മാരെ ഹനിച്ചവനാണെങ്കിലും ആത്മാ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുത്രന്മാരാണ്. തൻ്റെ തന്നെ ആത്മാവാണ് പുത്രന്മാരായിട്ട് ജനിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പല സ്ഥലത്തും നമ്മളിപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുമ്പോഴും ആത്മതായി ആത്മശ്ച ആത്മബന്ധുഹ അങ്ങനെയൊക്കെ പറയുന്നത്. ആത്മബന്ധു എന്ന് പറയുന്നത് പുത്രന്മാരെയാണ്. ഇവിടെ ആത്മഹനം യദപി ആത്മഹനം മഹാനായിട്ടുള്ള, അതായത് അർജുനൻ്റെ ധർമ്മബുദ്ധിയെ പരീക്ഷിച്ചറിയ സൂതൻ പറയുന്നതാണ്. സൂതോവാച എന്ന് സൂതൻ പറയുകയാണ്. 4-5 ശ്ലോകങ്ങളിലായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് നാം പാരായണം ചെയ്തു. ഇപ്പോൾ അത് ശേഷം സൂതൻ പറയുകയാണ്. ഇപ്രകാരം അർജുനൻ്റെ ധർമ്മബുദ്ധിയെ പരീക്ഷിച്ച് അറിയുവാൻ ഒരുങ്ങിയ ശ്രീകൃഷ്ണൻ മേൽപ്പറഞ്ഞ വിധമെല്ലാം പറഞ്ഞ് ഉത്സാഹിപ്പിച്ചുവെങ്കിലും മഹാബുദ്ധിശാലിയും ധർമ്മിഷ്ഠനുമായ അർജുനൻ സ്വപുത്രന്മാരെ കൊന്നവനും തന്നെ വധിപ്പാൻ ഒരുങ്ങിയവനാണെങ്കിലും ഗുരുപുത്രനായ അശ്വത്ഥമാവിനെ കൊല്ലുവാൻ ഇച്ഛിച്ചില്ല. ഗുരുവിലുള്ള ഭക്തി ഗുരുപുത്രനെക്കുറിച്ചും ഉണ്ടായിരിക്കണം എന്ന് ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. മഹാദുഷ്ടനായിട്ട് പ്രവർത്തിച്ചെങ്കിലും വളരെ വലിയ തെറ്റ് ചെയ്തെങ്കിലും അശ്വത്ഥമാവിനെ വധിക്കുവാൻ അർജുനന് സാധിച്ചില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ എത്രയൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടും അശ്വത്ഥമാവിൻ്റെ ദോഷങ്ങളൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചെങ്കിലും അർജുനൻ അവനെ വധിക്കാതെ കയറുകൊണ്ട് കെട്ടിവരിഞ്ഞ് കൊണ്ടുവരികയാണ് ചെയ്തത്. ആ സ്ഥലത്ത് വെച്ച് അവനെ വധിച്ചില്ല എന്ന് പറയുകയാണ്. അർജുനൻ്റെ മാഹാത്മ്യം സൂക്ഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ശ്രീകൃഷ്ണൻ പ്രേരിപ്പിക്കുന്നതും അർജുനൻ അവനെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും ആ
ഗുരുപുത്രനെ വധിച്ചില്ല. എന്തെന്നാൽ തനിക്ക് ഗുരുവിലുള്ള ആ ഭക്തി, ദ്രോണാചാര്യരോടുള്ള ആ ഭക്തി സൂചകമായിട്ട് തൻ്റെ ഗുരുവിലുള്ള ഭക്തി നിമിത്തം ഗുരുപുത്രനെ അർജുനൻ വധിച്ചില്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ കാണിച്ചു തരികയാണ് സൂതൻ. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ഏവം പരീക്ഷദാധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നൈച്ഛധന്തും ഗുരുസുതം യദപ്യാത്മഹനം മഹാൻ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.